പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ ക്ഷേത്രത്തിന് നേരെ കാട്ടാന ആക്രമണം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയനങ്ങൾക്കും നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആനകൾ ശ്രീകോവിലിന്റെ കട്ടളയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും തകർത്തു. തെങ്ങൊക്കെ ആദ്യം മറിച്ചാണെന്നുണ്ടെങ്കിലും ഇതിനുമ്പ് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതിപ്പോൾ ശ്രീകോവിലിന്റെ കട്ടള വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ്, 2 ഡോറും തകർന്നത്, എല്ലാ ശ്രീകോവിലിന്റെ കോവിൽ തകർത്തു. എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണ ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇവരെ ഈ ഫോറസ്റ്റുകാരും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ഉപകാരം ഇല്ല എന്ന് വെച്ചാൽ അവർ പിന്നെ എന്തിനാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ എത്രത്തോളമാണ്? ഇപ്പോഴും പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതേപോലെ നിലവിൽ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്നും തുരത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവമൊക്കെ നാട്ടുകാർ അറിയുന്നത്. അതിരപ്പള്ളിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലുള്ള ശിവക്ഷേത്രത്തിനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള തൊഴിലാളി ലയങ്ങൾക്കുമെതിരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അമ്പലത്തിൽ കയറിയ കാട്ടാനക്കൂട്ടം ശ്രീകോവിലിന്റെ കട്ടളയും അതുപോലെ തൊട്ടടുത്തുള്ള ഓഫീസിന്റെ വാതിലും തകർത്തു. സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട സാധനം, ഗ്യാസ് കുറ്റിയും ഗ്യാസ് അടുപ്പ് ഉൾപ്പെടെ അതിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും കാട്ടാനക്കൂട്ടം പുറത്തേക്ക് വലിച്ചിട്ടു. ഈ അമ്പലത്തോട് ചേർന്നിട്ടാണ് ഈ ക്വാർട്ടേഴ്സ് ഒക്കെ ഉള്ളത്. അവിടെ രാജേന്ദ്രൻ അതുപോലെ ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ കാട്ടാനക്കൂട്ടം പൊളിച്ചു. അകത്ത് കടന്ന് വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. 1 മാസം മുൻപ് ഈ പ്രദേശത്ത് തന്നെ ഒരു പള്ളിക്ക് നേരെയും ഈ സമാന രീതിയിൽ കാട്ടാനക്കൂട്ടം ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. കാട്ടാന ഭീഷണി നിരന്തരം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ ക്വാർട്ടേഴ്സും സമീപ പ്രദേശങ്ങളും ഒക്കെ. കാട്ടാന ഭീഷണി മൂലം ക്വാർട്ടേഴ്സിൽ 10-ഓളം കുടുംബങ്ങൾ അവിടെ നിന്നും ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് മറ്റു സ്ഥലത്തേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. സ്ഥിരമായി കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടിരിക്കുകയാണ് ഈ ക്വാർട്ടേഴ്സിലെ നിവാസികൾ അതുപോലെ പ്രദേശത്തുള്ളവരും. ഈ രാത്രി കാലങ്ങളിൽ ഈ ക്വാർട്ടേഴ്സിൽ ബാക്കിയുള്ള കുറച്ച് കുടുംബങ്ങളുണ്ട്. അവർ രാത്രി കാലങ്ങളിൽ ഈ ക്വാർട്ടേഴ്സുകളിൽ തങ്ങാറില്ല. കാട്ടാന ഭീതി മൂലം മറ്റു സ്ഥലത്ത് വാടക വീടെടുത്ത് അവിടെയാണ് താമസിക്കുക. പകൽ സമയങ്ങളിൽ മാത്രമാണ് ഈ ക്വാർട്ടേഴ്സിന് ഈ പ്രദേശത്തേക്കൊക്കെ വരികയുള്ളൂ. അതുകൊണ്ടാണ് ആളപായം ഒഴിവായത്. ഒരുപക്ഷെ ഈ ആക്രമിച്ച ക്വാർട്ടേഴ്സുകൾക്കുള്ളിൽ ആളുകൾ താമസിക്കുന്നതിന് വലിയ ഒരു ദുരന്തത്തിലേക്കൊക്കെ പോകുമായിരുന്നു. അത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു സ്ഥലത്തേക്ക് ആണ് ഇവർ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ് പതിവ്. രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്നും മാറി താമസിക്കുകയാണ് പതിവ്. ഈ എസ്റ്റേറ്റ് അധികൃതരോട് തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പവർ ഫെൻസിങ് ഈ ലയങ്ങൾക്ക് ചുറ്റും സ്ഥാപിക്കണം എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇതുവരെയായിട്ടും ആ തരത്തിലൊരു ഫെൻസിംഗ് ഒന്നും സ്ഥാപിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തുടരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മൾ കാണിച്ച ബൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, വനം വകുപ്പ് കാര്യക്ഷമമായി മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. RRT സംഘമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവർ ഒന്നും കൃത്യമായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് ശക്തമായി നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നിരന്തരം ഈ മേഖലയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ തൽസ്ഥിതി വീണ്ടും തുടരുകയാണെങ്കിൽ അവർ ശക്തമായ സമരം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കുമെന്നുള്ളൊരു സൂചന കൂടിയാണ് അതിൽ നിന്നും നൽകുന്നത്. എന്തായാലും ആളപായം ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ്. തൃശൂർ അതിരപ്പള്ളിയിലാണ് ക്ഷേത്രത്തിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആനകൾ ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും ഒക്കെ തകർത്തിട്ടുണ്ട്. എന്തായാലും ആനയെ തുരത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.